മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. ചാത്തമംഗലം മാവൂർ പഞ്ചായത്തുകളിലെ നാട്ടുവാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. നാട്ടുവാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ കെട്ടാങ്ങൽ ന്യൂസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. കൂടാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കെട്ടാങ്ങൽ ന്യൂസ് സ്ഥാനാർത്ഥികളോടൊപ്പം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചാത്തമംഗലം പഞ്ചായത്ത് 2-ാം വാർഡ് മലയമയെക്കുറിച്ചാണ്. പരമ്പരാഗതമായി LDF വിജയിച്ചു വരുന്ന ഈ സീറ്റിൽ ത്രികോണ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. വോട്ടർമാരെ പരിചയപ്പെടാം. 679 പുരുഷന്മാരും 764 സ്ത്രീകളുമടക്കം ആകെ വോട്ടർമാർ 1443. സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. ഞങ്ങളോടുകൂടെ ചാത്തമംഗലം പഞ്ചായത്ത് 2-ാം വാർഡ് UDF സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. ഞാൻ 2-ാം വാർഡിലെ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ പേര് സൈനബ മൊഴിപ്പുറത്ത്. ഏതെങ്കിലും മേഖലയിലൊക്കെ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ടോ? കാര്യമായിട്ടെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം ഈ സാക്ഷരത വന്നപ്പോൾ അതിന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീയിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മേഖലയിൽ നിന്ന് പറയാൻ അങ്ങനെ വനിതാ ലീഗിൻ്റെ കുറച്ചൊക്കെ മീറ്റിങ്ങിലും എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 6 വർഷം അൽക്കമറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 വർഷം ICCയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരിചയമുണ്ട്. ഇപ്പം ഞാൻ ലുലുക്കാസ് വെഡ്ഡിങ് പ്ലാൻ്റെ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരുവിധ ആൾക്കാരെ ഈ പുള്ളാവൂരിലും മലയും എല്ലാവരെയും ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ആ പരിചയം വെച്ച് ഞാൻ വീട് കയറുമ്പോൾ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടും ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമ്പരാഗതമായി LDFനെ തുണച്ചു വരുന്ന ഒരു വാർഡാണ് ഈ 2-ാം വാർഡ്. എന്തെല്ലാം പോരായ്മകളാണ് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്? പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. 15 വർഷമായി LDF ഭരണം നടത്തുന്ന ഒരു വാർഡാണ്. അപ്പം പിന്നെ ഞാൻ അവിടെ എന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പം തന്നെ എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവർ നല്ല സപ്പോർട്ടാണ് തരുന്നത്. അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവിടെ AKG കോളനി പോയപ്പോൾ പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഓരോരോ വീട്ടിലും അരമണിക്കൂർ സമയം നിൽക്കണം. എന്നിട്ടും അവരെ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നില്ല. അവർക്ക് അവിടെ ഒരു കോടി പാസ്സായിട്ട് അവിടെ പഞ്ചായത്ത് അവിടുത്തെ മെമ്പറും പഞ്ചായത്തുമായിട്ട് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ വീടില്ലാത്തവർക്ക് വീട് പാസ്സായിട്ട് അതൊക്കെ തള്ളിപ്പോയി. അങ്ങനെ ഓരോരോ വീട്ടിലേക്കും നേരിട്ട് ചെന്നങ്ങായ വീണ്ടും ചെല്ലാനാണ് അവർ പറയുന്നത്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കണം. ഒരു കോടി അവിടെ പാസ്സായിട്ട് 65 ലക്ഷവും പഞ്ചായത്തിൽ തന്നെയാണുള്ളത്. 35 ലക്ഷം മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അവിടെ SC കോളനിയാണ്. കൂടുതൽ ആൾക്കാരും അങ്ങനെ നമ്മൾക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരെന്നാണ്. നമ്മൾക്ക് അവിടെ പോയാലേ അവരുടെ അവസ്ഥ മനസ്സിലാകുകയുള്ളൂ. അടിസ്ഥാന മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് റോഡ് വികസനം, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി കരുവാരപ്പറ്റ അവിടെ ഒരു വ്യക്തി പിന്നെ ടാങ്കിന് സ്ഥലം കൊടുത്തിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എത്രയോ ഒരു 500 ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു അവരവിടെ വിചാരിച്ചത്. പക്ഷേ പഞ്ചായത്ത് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ആ വ്യക്തി പിന്നെ ആധാരം തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവരൊന്നും ചെയ്യാഞ്ഞിട്ട് ഞാൻ ആദ്യം പിന്നെ ഞാൻ ജയിച്ചാൽ ആദ്യം അവരെ ആ പ്രശ്നങ്ങൾ തീർത്തെടുക്കുക ചെയ്യുക. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് വിജയിക്കും എന്നതിൽ? ജയിക്കും എനിക്ക് ഫസ്റ്റ് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരെന്നെ കൈവെടിയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്ന് അതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും. ഞങ്ങളോട് കൂടെ ചാത്തമംഗലം പഞ്ചായത്ത് 2-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. എൻ്റെ പേര് സതീദേവി. ഞാൻ 2-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. പിന്നെ ഏതെല്ലാം മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്? ഞാൻ ആശാ വർക്കറാണ്. 13 വർഷമായി ഹെൽത്തിൻ്റെ ഇതിൽ ആശാ വർക്കറായിട്ട് വീട് കയറിങ്ങാണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനിലുണ്ട്, കർഷക തൊഴിലാളി ക്ഷേമനിധിയിലുണ്ട്, പിന്നെ ആശാ CITU ഇതിലുണ്ട്. പിന്നെ 2000 വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളും കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശയിലേക്ക് വന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു
ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡായിട്ട് ബാധിതരായ ഒരുപാട് വീടുണ്ട് ഇവിടെ. ഒരു 30ഓളം ആളുകൾക്ക് കോവിഡ് ബാധിച്ച് അവർ നമ്മുടെ FLTCയിലും വീട്ടിലായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ നിരന്തരമായിട്ട് ബന്ധപ്പെടാനും അവരുടെ അടുത്തേക്ക് ഒരാൾ പോകുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ മാതിരിയുള്ളവർ ഒരു ഇതും പേടിയില്ലാണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നും കണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ വാർഡ് കാലങ്ങളായിട്ട് അതെ അതെ. എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ ഒരു കരുവാരപ്പറ്റ കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ട്. അത് നല്ലൊരു നേട്ടമാണ്. അതിപ്പം പറയുന്ന പല വാർഡുകളിലേക്ക് ആ വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ ടാങ്കിന് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ടാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം കിട്ടാത്ത വീടുകളിലേക്ക് ഇനിയിപ്പോൾ ആ വെള്ളം എത്തിച്ചു കൊടുക്കും. അത് നല്ലൊരു കാര്യമാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ വികസനം, എല്ലാ റോഡും ടാർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെയും നമുക്ക് കിട്ടാത്ത ഭാഗങ്ങളേ ഉള്ളൂ. അതിപ്പം പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് കിട്ടിയാൽ അതും കൂടി ചെയ്തു കൊടുക്കും. ഇത് ഒരു വീട്ടിലേക്ക് എത്തിയില്ല. അത് ചെയ്യാൻ ഈ വീട് വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് അത് ടച്ച് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് അത് കിട്ടുകയാണെന്ന് വെച്ചാൽ അതും ചെയ്യും. ഇത് ഞാൻ അന്ന് പണ്ട് മെമ്പറായ സമയത്ത് 10,000 രൂപ വെച്ച് കണ്ട് കല്ല് പച്ച റോഡാണത്. വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ? ഇപ്പം ഇവിടെ കുട്ടികൾ കുറേ കാലമായിട്ട് നമ്മളെ യുവാക്കൾ പറയുന്നുണ്ട് ഒരു ഗ്രൗണ്ട് വേണമെന്ന്. ആ ഗ്രൗണ്ട് എല്ലാ വാർഡിലും അതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല. ഒരു ഗ്രൗണ്ടിന് പൈസ MLA ഏറ്റവും ബ്ലോക്ക് നിന്നായാലും നമുക്ക് കിട്ടും. പക്ഷേ അത് കണ്ടെത്താനുള്ള ഒരു സ്ഥലം ഇവിടെ കാണുന്നില്ല. ആ സ്ഥലം കിട്ടുകയാണെന്ന് വെച്ചാൽ ഓല കാര്യമായിരിക്കും ആദ്യം ഞങ്ങൾ നിർവഹിക്കുക. അത് കുട്ടികൾ ഇപ്പോൾ ഒരു വാക്ക് കൊടുത്തിരുമ്പോൾ അത് വാക്ക് പാലിക്കാൻ കഴിയാണ്ട് നിൽക്കരുതല്ലോ. അതുകൊണ്ടാണ് അത് പിന്നെ പോയി തിരഞ്ഞെടുക്കുമ്പോൾ അത് ആരെയാണോ കണ്ടിട്ട് എവിടെയാണ്. ഇപ്പം പുറമ്പോക്ക് ഭൂമിയൊന്നും 2ാം വാർഡിലില്ല. അങ്ങനെ പുറമ്പോക്ക് ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഇത് പൈസ കൊടുത്ത് ആരെങ്കിലും സ്ഥലം തന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതിനാണ് മുൻഗണന കൊടുക്കുന്നത് കുട്ടികളുടെ ഇടയിൽ. പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്ത് ചില സ്ഥലത്തൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിന് തടയണ കെട്ടിയിട്ട് അതിലുള്ള വെള്ളം നിലനിർത്തിയിട്ട് കുറേ വീടുകളിലേക്ക് കിണറിന് അത് ഉപയോഗപ്പെടില്ല. ആ നീര് താഴ്ന്നിറങ്ങിയാണ്ട് അത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ഉണ്ട്. ആ കുടുംബശ്രീക്ക് ഇതുവരെ ബിൽഡിംഗ് ഒന്നുമില്ല. ഇതിനൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ AKG കോളനിയിൽ ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഹാള് വന്നിട്ടുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതുവരെ അതിനൊന്നും അവരുണ്ടാക്കുന്നത് എവിടെയാണോ കൊണ്ടു കൊടുക്കേണ്ടത്, എവിടെ നിന്നാണോ അതിനൊരു പൈസ അവരെ കയ്യിലേക്ക് ഒരു പാവപ്പെട്ട കുടുംബാംഗങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ കോവിഡായിട്ട് അവർക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ഒന്നും പണിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളവരെ കണ്ടെത്തിക്കാണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ഒരുപാട് മേഖലയിലെ പരിചിത മുഖമാണ്. അതോടൊപ്പം മുൻ മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. ഞങ്ങളോട് കൂടെ ചാത്തമംഗലം പഞ്ചായത്ത് 2ാം വാർഡ് BJP സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. എൻ്റെ പേര് ചന്ദ്രികാദേവി. ചാത്തമംഗലം 2ാം വാർഡ് മലയമ്മയിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാനിവിടെ സ്കൂളിൽ അധ്യാപികയായിരുന്നു. മലയമ്മ UP സ്കൂൾ അധ്യാപികയായിരുന്നു. ഇപ്പോൾ റിട്ടയറായിട്ട് 3 വർഷമായി. ഇവിടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു താല്പര്യത്തിനും വേണ്ടിയിട്ടല്ല ഞാനിവിടെ മത്സരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പരമ്പരാഗതമായി ഈ വാർഡ് LDFനെ തുണച്ചു വരുന്നൊരു വാർഡാണ്. എന്തെല്ലാം വികസന പോരായ്മകളാണ് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്? ഇവിടെ വർഷങ്ങളായി LDFൻ്റെ കയ്യിലാണ് ഈ ഗ്രാമപഞ്ചായത്ത്. അവർ പല പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എതിരാളിയെക്കുറിച്ച് കൂടുതൽ കുറ്റങ്ങൾ പറയുന്നതിനേക്കാൾ എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പോരായ്മകൾ പല വീടുകളിലും ചെന്നപ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും മനസ്സിലായി. ഞാൻ ആദ്യമായിട്ട് കുറച്ച് ദൂരമുള്ള മുഴിപ്പുറം ഭാഗത്തുകൂടിയാണ് തുടങ്ങിയത് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിച്ചത്. അവിടെ നിന്ന് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒരു വട്ടം ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിലൊക്കെയാണ് ലഭിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ പോരായ്മ പരിഹരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ പല വീടുകളും ഇടിഞ്ഞു പൊളിയാറായി നിൽക്കുന്ന വീടുകൾ, കഴുക്കോലൊക്കെ പൊട്ടി വീഴാനായി, ഓടായതുകൊണ്ട് മാത്രം പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സ്ത്രീകളൊക്കെ എന്നോട് കരഞ്ഞ് പറഞ്ഞു,
ഞങ്ങൾക്ക് ഇതുവരെ എത്രയോ തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടിയില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതേപോലെ തന്നെ അംഗവൈകല്യമുള്ള കുറേ ആൾക്കാർ വീണ് പരിക്ക് പറ്റിയിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അവരെയൊക്കെ നിരീക്ഷിക്കാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പലയിടത്തും കത്തുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇട്ടിരുന്നു, അതെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. കൃത്യമായ നിരീക്ഷണങ്ങൾ അതിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി നിരീക്ഷിച്ചാൽ മാത്രമേ ഇതെല്ലാം എപ്പോഴും കത്തുന്നുണ്ടോ, പ്രശ്നങ്ങൾ എവിടെയുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങളാണ് ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പ്രധാന ഉദ്ദേശം സ്ത്രീ ശാക്തീകരണമാണ്. കാരണം ഇന്ന് വനിതാ സംവരണം തുടങ്ങിയത് തന്നെ 50% സ്ത്രീകൾക്ക് സംവരണം ആരംഭിച്ചത് തന്നെ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഈ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. ഇവിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങളായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അവരെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഇടപെടാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കുക, ഇവിടെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായും കായികപരമായുമുള്ള മുന്നേറ്റം ഉണ്ടാക്കുക, ഇവിടെ കളിസ്ഥലം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അവർക്ക് കളിസ്ഥലമില്ല. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ സംസാരിക്കാനുള്ള ഒരിടം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ഞാൻ വൃദ്ധന്മാർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട ഒരിടം, അവർക്ക് ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനുമുള്ള ഒരിടം ഉണ്ടാക്കുക എന്നുള്ളതും എൻ്റെ ഉദ്ദേശങ്ങളിലൊന്നാണ്. പിന്നെ ഗ്രാമപഞ്ചായത്ത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പുരോഗമന ശാസ്ത്രീയപരമായ രീതിയിൽ നന്നാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതും എൻ്റെ മനസ്സിലുള്ള ചില ആശയങ്ങളാണ്. അതെല്ലാം സാധിക്കണമെങ്കിൽ ഇവിടെയുള്ള നല്ലവരായ വോട്ടർമാർ എന്നെ വിജയിപ്പിച്ച് അവസാനത്ത് എത്തിക്കണം. എങ്കിൽ മാത്രമേ എനിക്കതെല്ലാം സാധിക്കുള്ളൂ. എൻ്റെ ലക്ഷ്യം അതൊക്കെയാണ്. മാത്രമല്ല ഇവിടുത്തെ BJPയുടെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJPയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ഫണ്ടുകളും കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല, പകുതിയിലേറെയും ലാപ്സ് ആവുന്നു എന്നുള്ള ഒരു സത്യം കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ പൂർണ്ണമായ വിനിമയം, അവരുടെ ഫണ്ടുകളുടെ പൂർണ്ണമായ വിനിമയമാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അതും സാധിക്കാൻ ഇവിടെയുള്ള നല്ലവരായ വോട്ടർമാരുടെ സഹായം എനിക്ക് ആവശ്യമാണ്. നല്ലൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എൻ്റെ ചുറ്റിനും എൻ്റെ വിദ്യാർത്ഥികൾ, എൻ്റെ രക്ഷിതാക്കൾ, അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിവിടെ ഇതിനു മുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഞാൻ ഇവിടുത്തെ സേവാഭാരതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ക്ഷേത്രവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ത്രീകളുമായിട്ട് ഞാൻ ഒന്നിച്ച് അവരെയും കൊണ്ട് വനിതാ ടൂറുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ എന്നെ കൈവിടില്ല. ഇവിടെ എത്ര ശക്തമായ മത്സരമുണ്ടെങ്കിലും എനിക്ക് മുന്നേറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മാത്രമല്ല ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെ എൻ്റെ കുട്ടികളും രക്ഷിതാക്കളും എന്നെ ചുറ്റിനുമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞാൻ ജയിച്ചാൽ എനിക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ വലിയ പരിചയ സമ്പത്തുണ്ട്. ആ ഒരു പരിചയ സമ്പത്തിലാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു.